ഹിസ്ബുള്ളയും ഒപ്പം തന്നെ ഇസ്രയേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അതിലേറെ ആഹ്ലാദിക്കുന്നത് ഇറാനാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രയേലിലെ കനത്ത പ്രഹരത്തിൽ തകർന്നടിഞ്ഞ ഹിസ്ബുള്ളയെ പുനരുജ്ജീവിപ്പിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമായിട്ടാണ് ഇറാൻ ഈ വെടിനിർത്തലിനെ കാണുന്നത്. കേവലം 60 ദിവസം മാത്രമാണ് വെടിനിർത്തലെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് ഒരു പുതുജീവൻ നൽകാൻ കഴിയുമെന്ന് ഇറാൻ കരുതുന്നു. അതിനിടയിലാണ് സിറിയയിൽ നടക്കുന്ന ആക്രമണങ്ങൾ. ഏതായാലും ഇപ്പോൾ അനിവാര്യമായത് ഒരു റെസ്റ്റാണ്, ഇല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അനിവാര്യമാണ്. ഹിസ്ബുള്ളയാണ് ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ശക്തമായ പ്രോക്സി, ഇല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷി സേന എന്ന് പറയേണ്ടി വരും. ആ സഖ്യകക്ഷി സേനയുടെ ഏതാണ്ട് 75% തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേൽ. ഇനി അവ പുനരുജ്ജീവിച്ച് നിരന്തര യുദ്ധത്തിന് കഴിയില്ല. പകരം ചെറിയ ഒരു ഗ്യാപ്പ് എടുക്കുക, വീണ്ടും അതിനെ ശക്തിപ്പെടുത്തി വരിക. അങ്ങനെ ശക്തിപ്പെടുത്താൻ ആലോചിക്കുന്നതിനിടയിലാണ് സിറിയയിൽ ഇറാൻ്റെയും റഷ്യയുടെയും പിന്തുണയോടുകൂടി ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അവിടുത്തെ വിമതന്മാർ ശക്തമായി തിരിച്ചടിക്കുകയും സിറിയയുടെ ഭൂരിഭാഗം പ്രദേശവും പിടിച്ചെടുത്തതും. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ആദ്യം സന്തോഷമായിരുന്നെങ്കിൽ ഇപ്പോൾ സന്തോഷമല്ല, പകരം ആശങ്കയാണ്. കാരണം സിറിയ പോലൊരു രാജ്യത്തൂടെയായിരുന്നു ഇറാൻ അവരുടെ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് എത്തിച്ചതെങ്കിൽ ഇനി അത് സാധ്യമാകുമോ എന്ന് കണ്ടറിയണം. അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വ്യോമാക്രമണത്തിന് ഇറാൻ റഷ്യയെ പ്രേരിപ്പിച്ചതും. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ആ സന്തോഷത്തിന്, അതായത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിൻ്റെ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.